ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിതേ പുറത്തേക്കൊക്കെ പോവാൻ നിൽക്കുകയാണ്. എന്തിനാണ് അത് ഓണാക്കിയത്? എനിക്ക് ജലദോഷമൊക്കെ പിടിച്ചിരിക്കേട്ടാ. ഞാൻ വാച്ചൊക്കെ ഇനിയൊരു വാച്ചും കൂടി കിട്ടാണ്ട്. ഞാൻ കുറേ നാള് വീട്ടിട്ടൊരു ടോപ്പാട്ടത്. നമ്മൾ വന്നിട്ട് എന്ത് യാത്ര ചെയ്യുന്നു ചേച്ചി? ഇന്നലെ അല്ലേ ഒരു ദിവസം നമ്മൾ പോവാത്തുള്ളൂ അല്ലേ? മിനിഞ്ഞാന്ന് പോയി. മിനിഞ്ഞാന്നല്ലേ നമ്മൾ ഗോകുലം മാളി പോയത്? മാളിൽ പോയില്ലേ? ഇന്നലെ ഒരു ദിവസം മാത്രാട്ടോ ഞങ്ങൾ പോവാത്തത്. ഇന്നലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഇന്നലെ യാതൊരു വിധ മൂടും ഇല്ലായിരുന്നു പോകാനായിട്ട്. മൂക്കൊക്കെ അടഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മള് വേറൊരു മാളിലേക്ക് പോവാണ്. ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ എടുക്കാൻ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ലോങ് വീഡിയോ ആക്കിയിട്ട് ഇടാന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങള്. കുഞ്ചൂസിന്റെ ഒക്കെ പുതിയ ഷർട്ട് കേട്ടാ. അല്ല വിജു, പുതിയ ഷർട്ടല്ലടാ? അല്ല. അപ്പം ഇന്നത്തെ യാത്ര ഹൈലൈറ്റ് മാളിലേക്ക് കേട്ടോ. എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ശബ്ദത്തിന്. പക്ഷേ ഈ ഒരു വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇന്നലത്തെ വീഡിയോ ആണിത്, പക്ഷേ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നാളത്തേക്ക് ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുമ്പോൾ അതിങ്ങനെ കുറേ ഗ്യാപ്പ് വരും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ സംസാരിച്ചും കൊണ്ടിരിക്കുമ്പോൾ അത് റെഡിയാവും. അപ്പം നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിലേക്കാണ് പോകണത് കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ടാ പോണേ. നമ്മള് ഫാമിലി ആയിട്ടാ വലിയ അങ്ങനെ നമ്മൾ തന്നെ ഹൈലൈറ്റ് മാൾ എത്തിയിട്ടുണ്ട്. ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചധികം പോകാനുണ്ട്. ഒരു അരമണിക്കൂർ തന്നെ ദൂരെ യാത്ര ഉണ്ട്. ബ്ലോക്കൊക്കെ ആണെങ്കിൽ അതിനെക്കാട്ടും സമയമെടുക്കും. പക്ഷെ ഞങ്ങൾ പോണത് മലാപ്പറമ്പ് വഴി പോകാമെന്ന് വെച്ചാൽ അങ്ങനെ അതിൽ തന്നെയാണ് പോയത്. പക്ഷെ അവിടെ റോഡ് പണി നടക്കണതിനെ കൊണ്ടേ അങ്ങോട്ട് തൊണ്ടയാടക്ക് പോണ ആ റോഡ് അവർ അടച്ചിട്ടേക്കാണ്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് ചുറ്റി പോകേണ്ടി വന്നു. വെള്ളിമാട് കുന്ന് വഴിയൊക്കെയാണ് ഞങ്ങൾ പോയത്. വെള്ളിമാട് കുന്ന് വഴി ചേവായൂർ അങ്ങനെയൊക്കെ ചുറ്റി പോയി തൊണ്ടയാടക്ക് എത്തി. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിലേക്ക്. അപ്പോൾ അത് കുറേ ദൂരം, കുറച്ചും കൂടി ദൂരം സമയമൊക്കെ എടുത്തു. ഞാനിവിടെ കുറച്ച് നാൾ ജോലി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഫ്ലൈയിങ് മെഷീൻ്റെ ബ്രാൻഡ് സ്റ്റാഫായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഒരു 4 മാസത്തോളം, ഒരു 2018 2017 ലാസ്റ്റാന്ന് തോന്നുന്നു, ഒരു 4 മാസത്തോളം. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ടാക്സി എടുത്തു. പിന്നെ ഞാൻ ഫുള്ള് വണ്ടിയിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് പോണത്. ദൂരം കൂടുതലായതുകൊണ്ട് ഇങ്ങോട്ട് പോകാൻ വലിയ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. ഈ ഒരു മാളിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ കുറേ കാണാനുണ്ട്, കുറേ ഷോപ്പുകളുണ്ട്. പക്ഷേ ഞങ്ങൾ കംപ്ലീറ്റ് അങ്ങോട്ട് കണ്ടില്ലെങ്കിലും ഒരുപാട് ടൈം ഇതിൻ്റെ ഉള്ളിൽ തന്നെ തിരിഞ്ഞു കളിച്ചു. കുറേ ഇങ്ങനെ കണ്ട് കുറേ ടൈം പോയത് തന്നെ അറിഞ്ഞില്ല കേട്ടോ. അത്രയുണ്ട് കാണാനായിട്ട്. ഇത് നമ്മളിവിടെ എവിടെയാണ്, ഗോകുലം മാളി പോയപ്പോൾ ഞങ്ങൾ ആ ഒരു മാള് വലിയ മാൾ എന്നൊക്കെ പറഞ്ഞ് നടന്നു. പക്ഷേ ഹൈലൈറ്റ് മാൾ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ വേറൊന്നും പറയില്ല, ഹൈലൈറ്റ് മാളിന് തന്നെ പറയും. കാരണം നടന്ന് ഞങ്ങൾക്ക് കാലൊക്കെ കഴിച്ചു. അത്രയുണ്ട് ഹൈലൈറ്റ് മാളിൽ കാണാനായിട്ട്. വലിയ മാളെന്ന് വെച്ചാൽ വലിയ മാൾ. നമ്മൾ ഗോകുലം മാളൊന്നുമല്ല ഹൈലൈറ്റ് മാളിൽ വെച്ച് നോക്കുമ്പോൾ കേട്ടോ. അത്രയുണ്ട് ഹൈലൈറ്റ് മാള്. ഞാൻ പറഞ്ഞു ചേച്ചിയുടെ അടുത്തും അതേപോലെ എൻ്റെ മക്കളുടെ അടുത്തും ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഈ മാളിലേക്ക് വരില്ല. വേറെ ഒന്നുമല്ല, അത്രയും നടന്ന് കാണാനുണ്ട്, കുറേ നടക്കണം. എൻ്റെ പൊന്നി, ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ ഏതൊരു ലോകത്തെത്തിയ പോലെ കേട്ടോ. കാരണം ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ അതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് കണ്ടുപോരാനേ പറ്റുള്ളൂ കേട്ടോ. അത്രയും റേറ്റ് കൂടി സാധനങ്ങളല്ല, നല്ല വിലയുണ്ടല്ലോ അതിന്. പിന്നെ നമ്മൾ പറയില്ലേ കാണുന്നതിന് പൈസ കൊടുക്കണ്ടല്ലോ എന്ന്, അപ്പം കണ്ടു പോന്നു, അത്ര തന്നെ. പിന്നെന്താ, കുട്ടികളൊക്കെ നമ്മളെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഒന്നും അവിടെ നിന്ന് ചോദിച്ചിട്ടില്ല. അത് വേണം ഇത് വേണം അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ.
നമ്മൾ കണ്ടിങ്ങനെ പോരണ പോലെ തന്നെ അവരും അങ്ങനെ തന്നെ കണ്ടുപോന്നു. ശരിക്കും ഇവിടെയൊക്കെ പോകുമ്പോൾ കുറേ പൈസ ഒക്കെ കൊണ്ടുപോകണോ, എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി പോരാൻ പറ്റുള്ളൂ. അത്രയും റേറ്റുള്ള സാധനങ്ങളല്ലേ. പിന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ടിങ്ങോട്ട് പോരാൻ തന്നെ നല്ല സന്തോഷം. ഞാനും ചേച്ചി ഇങ്ങനെ ഓരോന്നും കണ്ടിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണ്. പിന്നെ നല്ല ഭംഗിയുണ്ട് അവരതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് തന്നെ കാണാൻ. ചില സ്ഥലത്തു നിന്നൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്തു. ഇതൊക്കെ എപ്പോഴും പറ്റില്ലല്ലോ, ഇതുപോലെ ഇടയ്ക്കൊക്കെ അല്ലേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കാമെന്നൊക്കെ ഉള്ള അതിന് പൈസ ഒന്നും വേണ്ടല്ലോ. ഞാൻ പിന്നെ വിചാരിച്ചിരുന്നു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവർ ചീത്ത പറയുമോ എന്നൊക്കെ. പക്ഷേ അവരൊന്നും അങ്ങനെ പറഞ്ഞില്ല. അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ എവിടേക്കോ കേട്ടോ. അത്രയും സ്പേസാണ് ഈ കാണുന്നതിനൊക്കെ. പിന്നെ പിള്ളേരൊക്കെ വലുതായതുകൊണ്ടേ നമുക്ക് ഒരു ബുദ്ധിമുട്ടും അവരെ കൊണ്ട് ഉണ്ടായിട്ടില്ല. നമുക്ക് കുട്ടികളെടുക്കുക അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. അവരും നമ്മളെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നടക്കുകയാണ് ഉഷാറായിട്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പോയി വരാൻ പറ്റി. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നന്ദു എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ചൂസ് പിന്നെ വീഡിയോ എടുക്കല്ലേ. അപ്പോൾ ഞാൻ നന്ദുവിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നന്ദു ജോലിയൊക്കെ കിട്ടിയിട്ട് നന്ദും കുഞ്ചൂസൊക്കെ ജോലി കിട്ടി അങ്ങനെ ആ ഒരു ലെവലെത്തുമ്പോൾ അമ്മയ്ക്ക് ഇതുപോലെ കാണിച്ച് ഇങ്ങനെ ഉള്ള സ്ഥലത്തേക്കൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചിയും പറയുന്നുണ്ട്, ചേച്ചിയുടെ പിള്ളേരും അവർക്ക് 2 ആൺമക്കളാണല്ലോ. അപ്പോൾ അവരിതുപോലെ ജോലി ചെയ്ത് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തരണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ രസമായിരുന്നു എന്തായാലും യാത്ര കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് രസമാണ് കാണാനായിട്ട്. ഞാൻ ശരിക്കും വിചാരിച്ചു തക്കുട് അതിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു എന്നൊക്കെ. പക്ഷേ അവൻ വെറുതെ ഇങ്ങനെ ചുമ്മാ ആക്ഷൻ കാണിച്ചത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. ഞാൻ വേറെ എവിടെയും ഇങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ കാണാത്തതാണെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ പോവാത്ത എവിടെയെങ്കിലുമൊക്കെ ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ എല്ലായിടത്തേക്കും പോയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും ഇതുപോലത്തെ ഒക്കെ ഉണ്ടാവേയിരിക്കാം, എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണിത്. ബാക്കിയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടെടുത്തതല്ല എന്നല്ല, നമുക്ക് ലോങ് വീഡിയോ ചെയ്യാനായിട്ട് എടുത്തതാണ് ബാക്കി എല്ലാ വീഡിയോസും. പക്ഷേ ഈ ഒരു സംഭവങ്ങളൊക്കെ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി എനിക്ക്. എന്തൊരു രസമാണ് കാണാനായിട്ട്. അത് ഞാൻ കുറച്ച് നേരം നോക്കി നിൽക്കുകയും ചെയ്തു. എന്നിട്ടാണ് ഞാൻ പിന്നെ ഇത് കൊള്ളാലോ, ഇത് വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് തന്നെ അത് പിന്നെയും കാണണം തോന്നിയാണെങ്കിൽ കാണാമല്ലോ. രസമുണ്ടല്ലേ കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ ഫാൻസിക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ഗോകുലം മാളിലത്തെ ഫാൻസിയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ റേറ്റ് 100 സംതിങ്ങിൻ്റെ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലൊന്നും ഞങ്ങൾ ആ ഒരു റേറ്റിൽ കണ്ടിട്ടില്ല. ഇവിടെ ഉള്ളതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേച്ചി ആ ഒരു ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ പറയില്ലേ, അവിടുത്തത് ഇതിനെക്കാട്ടിയും കുറവുണ്ട്, അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും, നമുക്ക് പറ്റിയൊരു റേറ്റിലുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ. ചേച്ചിക്ക് പിന്നെ ചുമ്മാ നോക്കുകയാണ്. കാണുമ്പോൾ വിചാരിക്കും ഇപ്പോൾ എടുക്കുന്നു, പക്ഷേ ഇപ്പം എടുക്കാനൊന്നുമല്ല. അവിടെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗോകുലം മാളിൽ നിന്ന് എടുക്കാം. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് 4 പേർക്കും ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും വിശാലമായിട്ട് കിടക്കുകയാണ്. അവർക്ക് ഗെയിം കളിക്കാനുള്ള വെറൈറ്റി കാര്യങ്ങൾ. അപ്പോൾ പിന്നെ മനസ്സിളകാണ്ടിരിക്കില്ലല്ലോ. ചെറുതായിട്ടൊക്കെ ഒന്ന് എന്തൊക്കെയോ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ മക്കളെടുത്ത് പറഞ്ഞ് ഒക്കെ സെറ്റാക്കി കേട്ടോ. അവരോട് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ റെഡിയാക്കി എടുത്തു. പക്ഷെ ഒന്നിലും നമ്മൾ കയറ്റിയിട്ടൊന്നുമില്ല ഗെയിമിൽ. നമ്മൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലൊന്നുമല്ല പോയത്. മാളുകളൊക്കെ ഒന്ന് കാണാത്ത മാളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. നമ്മളങ്ങനെ അത്രയും പൈസ കാര്യമായിട്ടൊന്നുമല്ല പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിള്ളേരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വളരെ തന്ത്രപൂർവ്വം നമ്മൾ അവിടെ നിന്ന് എല്ലാവരും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. അതാണ് സംഭവിച്ചത്. പക്ഷേ പിള്ളേരങ്ങനെ പ്രശ്നമോ അലമ്പോ ഒന്നും ഉണ്ടാക്കിയില്ല. കുറച്ചൊന്ന് പറയുമ്പോഴത്തേക്കും അവർ ഓക്കെ ആയിരുന്നു. അവർക്കത് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് പിന്നെ അവരതൊക്കെ ചുറ്റി കണ്ടു. നമ്മളെ മനസ്സിലാക്കിയ മക്കളാണ്. എന്തായാലും വാശിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ നന്ദും കുഞ്ചുസൊക്കെ ആണെങ്കിൽ പിണങ്ങി നടക്കുക, ചിലപ്പോൾ കരച്ചിലുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, വലിയ പിള്ളേരായില്ലേ. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ 2 മണി 2:30 ആയി തോന്നുന്നു ഞങ്ങളിവിടെ ഇന്ത്യൻ കോഫി ഹൗസിലെത്തുമ്പോൾ. എന്തായാലും 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ചോറ് കഴിച്ചു. പിന്നെ പായസം ഇല്ലാത്തൊരു കളിയിൽ അവിടെ കയറിയാൽ പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പാലട പായസമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു.
അങ്ങനെ ദേ എനിക്കൊരു കുൽഫി വാങ്ങി തന്നു. വരണ വഴിക്ക് അവർക്കൊക്കെ ഐസ്ക്രീം വാങ്ങാൻ കയറിയതാണ്. അപ്പോൾ അവർക്കൊക്കെ വാങ്ങി കൊടുത്തപ്പോൾ എനിക്കൊരു കുൽഫി അബിയാണ് കൊണ്ടു തന്നത്. എന്നോട് ഇപ്പോൾ കഴിക്കുകയും വേണ്ടാന്ന് പറഞ്ഞു. തണുപ്പൊക്കെ മാറി അലിഞ്ഞിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ചേച്ചി പിള്ളേരൊക്കെ ആയിട്ടാണ് പോയത്. ഞാൻ വണ്ടി തന്നെ ഇരുന്നു, വണ്ടി സൈഡാക്കിയിട്ട് ഞാൻ വണ്ടി തന്നെ ഇരുന്നു. പിന്നെ നന്ദു എന്തോ ഒരു സംഭവം വാങ്ങി, എന്തോ ടി വിയിൽ എന്തിലോ സിനിമയിൽ എന്തോ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അത് വാങ്ങിയിട്ട് അവൻ തിന്ന് നോക്കിയപ്പോൾ അവന് ഇഷ്ടമായില്ല. പക്ഷെ അത് ആർക്കും കഴിക്കാനും പറ്റില്ല കേട്ടോ, ആർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല. നന്ദുണ് വാങ്ങിയത് 25 രൂപയാണ് അതിന്. പക്ഷെ എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഒട്ടും ടേസ്റ്റില്ല എന്ന് വെച്ചാൽ ഒട്ടും ടേസ്റ്റില്ല, വെറുതെ ആ പൈസ പോയി. അത് കളയുകയും ചെയ്തത്, ആ മതിലും വെച്ച് ഇങ്ങോട്ട് പോന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 3 മണി 3:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലൊക്കെ എത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുൽഫി ഏകദേശം വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാനതിരുന്ന് കഴിക്കുകയാണ്. പിന്നെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്, അതിങ്ങനെ അലിയിച്ചാണ് ഞാൻ ഇറക്കണത് കേട്ടോ. എന്തായാലും കിട്ടിയതല്ലേ, തിന്നാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വന്ന പാടെ എന്താക്കിയെന്ന് വെച്ചാൽ അതൊരു 5 മിനിറ്റ് ഒരു പ്ലേറ്റിൽ വെള്ളത്തിലാക്കിയിട്ട് വെച്ചു. വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ ഒന്നും കൂടി ആ ഒരു ഐസ് നലിഞ്ഞു, നന്നായി വെള്ളം പോലെ ആയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു തണുപ്പേ ഉള്ളൂ. പിന്നെ ചേച്ചി അത് കുറേ പ്രാവശ്യം പറഞ്ഞു, നിനക്ക് വാങ്ങിത്തരുമ്പോൾ ഒരു തണുപ്പുള്ളൊരു പേടി, തണുപ്പോട് കഴിച്ചാൽ എനിക്ക് വയ്യാണ്ടാവും എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല, ഞാൻ തണുപ്പോടെ കഴിച്ചൊന്നുമില്ല. തണുപ്പൊക്കെ ഏകദേശം മാറി ചെറിയൊരു തണുപ്പോട് കൂടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. വെള്ളമായി എന്ന് തന്നെ പറയാം, കണ്ടില്ലേ അതിൽ കോലൊക്കെ ഉണ്ടായിൻ്റെ. പക്ഷേ അത് അലിഞ്ഞ് നന്നായി വെള്ളമായപ്പോൾ അതിങ്ങനെ ഒഴിച്ചൊഴിച്ച് കുടിക്കണം, വെള്ളം കുടിക്കണ പോലെ തന്നെയാണ്. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വീടെത്തുമ്പോഴത്തേക്കും ഒട്ടും വയ്യായിരുന്നു. ഞാൻ ഫുള്ള് ടയേർഡായിട്ടോ. ഇനി ഇത് കഴിച്ചിട്ട് പെട്ടെന്ന് പോയി കിടക്കുക എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഇത് ഞാൻ കഴിക്കുന്നത്. ഇത് ഇനി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മക്കളൊക്കെ കാണുമ്പോൾ അലമ്പാവും, കാരണം കുട്ടികളതൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പം ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇനി അത് വേണം എന്ന് തോന്നും, ഞാൻ കൊടുക്കൂല, അങ്ങനെയൊക്കെയാവും, കച്ചറയാവും. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു വേഗം കഴിച്ചിട്ട് കിടന്നുറങ്ങുക എന്നുള്ളത്. പിന്നെ അവരെടുക്കില്ലാണ്, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, അവരെല്ലാവരും കഴിച്ചതല്ലേ. എന്നാലും കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് പിന്നീട് അത് കഴിക്കുമ്പോൾ അത് ശരിയാവില്ല. അവരതൊക്കെ കഴിച്ച് കഴിഞ്ഞതിനെ കൊണ്ടേ. അപ്പോൾ പിന്നെ ഞാനത് കഴിച്ച് കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് നന്നായിട്ട് ഉറക്കവും വരുന്നുണ്ട്. പിന്നെ അതുമല്ല, ഞാൻ രാവിലത്തെ ചായ കച്ചവടം കഴിഞ്ഞിട്ട് ഒരു തരി പോലും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം നടക്കില്ല. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു നമുക്ക് നേരെ മാളിലേക്ക് പോകാമെന്ന്. വന്ന് കുളിച്ച് മാറ്റി അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ചെയ്ത് കേട്ടോ. വണ്ടിയിൽ അത് പോണ വരെ ചാർജിനൊക്കെ ഇട്ട് ചാർജൊക്കെ ആയപ്പോൾ നമ്മൾ പിന്നെ വേഗം പോകണ പരിപാടി നോക്കി. പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഐസ്ക്രീം കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഇത്തിരി ചൂടുവെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ കുഞ്ചൂസ് എനിക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചൂടായപ്പോൾ ഞാൻ ആ വെള്ളം എടുത്ത് കുടിക്കുകയാണ്. വലിയ തണുപ്പോടൊന്നല്ലല്ലോ ഞാൻ കഴിച്ചത്, എന്നാലും ഒരു ധൈര്യത്തിന്, ഒരു സമാധാനത്തിന് ചൂടുവെള്ളം കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് ലെങ്ത്ത് കുറയാൻ വേണ്ടിയിട്ടെല്ലാം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.